വിനോദസഞ്ചാരികളാൽ ഏറെ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര. അതിമനോഹരമായ കരിയാത്തൻ പാറയിലേക്ക്. കോഴിക്കോട് നിന്ന് 45 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരാം. വളരെ സുന്ദരമായൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഏതായാലും ഈ യാത്ര, മഴ നനഞ്ഞുകൊണ്ടുള്ള ഈ യാത്ര വളരെ ഹൃദ്യമാണ്. നാല് ഭാഗത്തും മലകളാൽ ചുറ്റപ്പെട്ട വിശാലമായി പച്ചപ്പ് നിറഞ്ഞ ഈ ഒരു പ്രദേശമാണ് കരിയാത്തൻ പാറ എന്ന് പറയുന്നത്. കൂരാച്ചുണ്ട് ഗ്രാമപഞ്ചായത്തിന് കീഴിലാണ് ഈ കരിയാത്തൻ പാറ സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം നമുക്ക് നോക്കിയാൽ കാണാം, നടുക്കൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. പുഴയുടെ രണ്ട് ഭാഗത്തും പച്ചപ്പ് വളരെ സമൃദ്ധമായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. മാനസിക ഉല്ലാസത്തിന് ഏറ്റവും പറ്റിയ സ്ഥലമാണ് കരിയാത്തൻ പാറ. കാരണം ഇവിടെ ഇങ്ങനെ ഈ ഇരിക്കുന്നതും ഏറ്റവും ശുദ്ധമായ വായു ശ്വസിച്ചുകൊണ്ടുള്ള ഈ ഒരു പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള ഈ ഇരിപ്പ് തന്നെയാണ് ഏറ്റവും പ്രധാന സവിശേഷത. പ്രകൃതിയുടെ അനുഗ്രഹത്താൽ സമ്പന്നമായ ഈ പ്രദേശം ദിവസേന നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇവിടെ നാട്ടുകാർ പറയുന്നത്. കാരണം പുഴയുടെ വക്കിൽ ഈ പരിസരവാസികൾ ധാരാളമായി മണലൂറ്റുന്ന ഒരു കാഴ്ചയുണ്ട്. അത് രാത്രി സമയമാകുമ്പോൾ വർദ്ധിക്കുന്ന ഒരു പ്രവണതയാണ് ഉണ്ടാകുന്നതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. മണലൂറ്റുന്നത് കൊണ്ട് ഈ ഭാഗത്ത് മുഴുവൻ പുഴയുടെ ഒരു നാശത്തിൻ്റെ വക്കിലേക്കാണ് പോകുന്നു എന്നതാണ് ദിനേനയുള്ള കാഴ്ചകൾ. കരിയാത്തൻ പാറയുടെ നടുവിലൂടെ ഒഴുകുന്ന ഈ മനോഹരമായ പുഴയുടെ പേര് കുറ്റ്യാടിപ്പുഴ എന്നാണ് ഈ ഭാഗങ്ങളിൽ അറിയപ്പെടുന്നത്. കക്കയംപുഴയുടെ ഒരു ഭാഗമാണ്. കേരള രാഷ്ട്രീയത്തിൽ ഒരു നിർണായകമായ സംഭവത്തിന് ഈ പുഴയുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ഒരു മകൻ്റെ കാണാതാകലിനെ തുടർന്ന് ഒരു അച്ഛൻ നടത്തിയ പോരാട്ടം അവസാനമെത്തി നിൽക്കുന്നത് ഈ പുഴയിലാണ്. ഈച്ചര വാര്യർ എന്ന് പറയുന്ന അച്ഛനും അദ്ദേഹത്തിൻ്റെ മകൻ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയതിനു ശേഷം മർദ്ദിച്ച് അവസാനം അദ്ദേഹത്തെ കൊണ്ടിടുന്നത് ഈ പുഴയിലാണെന്നാണ് ചരിത്രം. ഈ രാജൻ്റെ സംഭവത്തോടുകൂടി കേരള രാഷ്ട്രീയം വളരെ നിർണായകമായ ചില സംഭവങ്ങളിലൂടെ കടന്നുപോയെന്നത് നമ്മുടെ ചരിത്രം പഠിപ്പിക്കുന്നു. കെ കരുണാകരൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം വരെ രാജിവെക്കേണ്ടി വന്ന ഒരു അവസ്ഥയിലേക്ക് ഈ സംഭവം മാറ്റിയെന്നത് പിൽക്കാലം ചരിത്രം നമ്മെ പഠിപ്പിച്ച വസ്തുതയാണ്. കരിയാത്തൻ പാറയിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു സ്ഥലത്തെ കാഴ്ചകളുമായി ഇനിയും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.